ഈ ഹിന്ദുസിനാണെങ്കിൽ 28 കെട്ട്, ക്രിസ്ത്യൻസിനാണെങ്കിൽ 3 മാസം കഴിഞ്ഞാലാണ് മാമോദിസം വെക്കാൻ പാടുള്ളൂ, പിന്നെ ഇത്ര ദിവസം കഴിഞ്ഞാലാണ് മുടി മുറിക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ശരിക്കുള്ള യഥാസ്ഥിതി എന്താണ്? ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും നമുക്ക് 16 സംസ്കാരാസാണ് കുഞ്ഞുകുട്ടികളിൽ പറയുന്നത്, ഒരു മനുഷ്യ ജീവനിൽ പറയുന്നത്. നമ്മുടെ ജാതകർമാസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് റിസസിറ്റേഷൻ. അപ്പോൾ പണ്ട് അത് അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നത് മുതൽ കുഞ്ഞിനെ റിസസിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ആണ് നമ്മൾ ജാതകർമ്മയിൽ പറയുന്നത്. സെക്കൻഡ് വൺ നാമകർമ്മ, അത് 28ാം ഘട്ടെന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന സെയിം ആണ് വരുന്നത്. അത് 1 മാസം കഴിയുമ്പോൾ അച്ഛൻ മാത്രം ഈ ഹട്ടിലോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹട്ടിൽ കയറും എന്നുള്ളത്, ആ ഹട്ടിലേക്ക് പോയിട്ട് കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കുന്ന ദിവസമാണ് നാമകരണം. മൂന്നാമത് വരുന്നത് നിഷ്ക്രമണ എന്ന് പറഞ്ഞ സംസ്കാരമാണ്. നിഷ്ക്രമണ എന്ന് പറയുന്നത് 3rd മന്തിലാണ് നടത്തുന്നത്. അത് ഇന്നത്തെ കാലത്തായിട്ട് നോക്കുമ്പോൾ ആ സമയത്താണ് കുഞ്ഞിൻ്റെ പ്യൂപ്പിലറി റിഫ്ലെക്സും അതുപോലെ ഐ കോണ്ടാക്റ്റ് വെച്ച് തുടങ്ങുന്ന ഒരു പ്രായമാണ് 3rd മന്ത്. ആ സമയമാകുമ്പോഴത്തേനും കുഞ്ഞിന് അത്യാവശ്യം കുറച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അമ്മയും പ്രസവരക്ഷ കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിൾ ആവുന്ന ടൈമാണ് അത്. ആ സമയത്താണ് ഇവർ ആദ്യമായിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരെ കാണുന്നത്. അതുവരെ അവർ സുരക്ഷിതമായിട്ട് ആ ഹട്ടിൽ തന്നെയാണ്, വേറൊരു പുറത്തുനിന്നൊരു ഡിസീസസുമായിട്ട് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നിഷ്ക്രമണ പീരിയഡിൽ മെയിൻ മെഡിക്കൽ റെവലൻസ് നോക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹെഡ് കൺട്രോൾ ഉണ്ടോ, കുഞ്ഞ് ആൾക്കാരുമായിട്ട് ഫേസിൽ നോക്കുന്നുണ്ടോ, ഐ കോണ്ടാക്റ്റ് വെക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഡെവലപ്മെൻറ്റിൽ നോക്കുന്ന ഒരു പീരിയഡും കൂടിയാണ്. അത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മന്ത്ലി ചെക്കപ്പ് ആയിട്ട് വാക്സിനേഷൻ ചെക്കപ്പ്സ് ഡോക്ടറുമായിട്ട് പോകുന്നു. പണ്ട് അത് ഇങ്ങനെ ഒരു സംസ്കാരങ്ങളായിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മുടി വടിക്കുന്നത്. അത് 1 ഇയറിലാണ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് നോക്കുന്ന ആ ടൈം ആകുമ്പോഴത്തേനും കുഞ്ഞുങ്ങളുടെ 2 സോഫ്റ്റ് സ്പോട്ട് ഉണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് ബാക്കിലും, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഫ്രണ്ടിനലി എന്നാണ് പറയുന്നത്. ഇത് ഏകദേശം ക്ലോസ് ആവുന്ന ഒരു പീരിയഡാണിത്. ആ സമയത്ത് ഈ കാസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തൊട്ട് നോക്കാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ജസ്റ്റ് നമ്മുടെ തലയിൽ ഇങ്ങനെ തൊട്ട് നോക്കത്തേ ഉള്ളൂ കുഞ്ഞുവാവളുടെ. പണ്ട് ആ കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് തൊട്ട് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ മുടി ഷേവ് ചെയ്യും. അപ്പോൾ അത് ഫ്യൂച്ചർ ലൈൻസും ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറാണോ, ഇത് ക്ലോസ്ഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.